ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിനാജും കൂടെ ഒന്ന് നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. എന്തിനാണെന്നൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ ഞങ്ങളെന്തായാലും അതന്നെ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി എടുത്തിട്ട് വരുവാണ്. ഇവിടെ പോവാ വണ്ടൂർ എന്താ പാർട്ടി കറക്റ്റേ മാട അങ്ങോട്ടാ ഗൈസ് ഞങ്ങൾ പോണ. അവിടെ ഒരു സാധനം മറന്നല്ല സുനീറാക്ക് കൊടുക്കാൻ പോവാണ്. ഇവനാണ് ഇവിടുത്തെ മെയിൻ കഞ്ഞിരള്ളൊക്കെ മൊത്തം എടുത്ത് കൊണ്ടുപോകണം കേട്ടോ. എടുത്തോ കിട്ടിക്കോ പോവാ എവിടെ ഗൈസ്, ഇവർക്ക് ഉച്ചക്ക് ഒരു സൽക്കാരം ഉണ്ട്. ചെറിയതിന്റെ അവിടെ വൈകുന്നേരമാണ്. അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് പോകാൻ പോയപ്പോ ഇവള് പറയുന്നു നമുക്ക് ഒരുമിച്ച് പോകാം, ഇപ്പൊ പോവണ്ടെന്ന്. ഷിനാജിനോട് ചോദിച്ചു നോക്കട്ടെ. നിതാൻ്റെ മലയാളം അത്ര പ്രോപ്പർ അല്ല കേട്ടോ, എന്നാലും അത്യാവശ്യം നല്ലപോലെ പറയുവാൾ. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തൊട്ടും മുട്ടൊക്കെ ഉണ്ടാവും. അതാൾ ഞാൻ പറഞ്ഞല്ലോ കർണാടകയിലാണ് നിന്ന് ജോലി എടുത്തതും കുറേ നാൾ അവിടെ ആയിരുന്ന ആൾ. ഇവിടെ നമ്മുടെ കേരളത്തിൽ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൂടുതലും കർണാടകയിൽ നിന്നിട്ടാണ് ആൾ പഠിച്ചതും വളർന്നതും ജോലിക്കൊക്കെ പോയതും. അപ്പം അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങൾ അതിന് വഴിയെ മാറി വന്നോളും. അപ്പം ഞങ്ങൾ ഒപ്പം പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പിടിച്ചു നിർത്തിയതാണ് ഇവള്. പിന്നെ മോനൂന് ഓഫീസിൽ പോകേണ്ടതുകൊണ്ട് ഞങ്ങളും നേരെ പോയി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കും. അപ്പം മോനും നിതയും വേറെ സൽക്കാരം ഉണ്ട്. അപ്പോൾ അവരവിടുന്ന് മോനു വന്നിട്ട് പിന്നെ മോനൂന് വർക്കിൻ്റെ അവിടെ പോയിട്ട് പിന്നെ ചെറിയൻ്റെ അങ്ങോട്ട് എടുത്തുള്ളൂ. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നാൽ നല്ലപോലെ താമസിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. അവരിനി പുറകെ വരും. ഞങ്ങളെപ്പോഴും പോണ റൂട്ടല്ല, വേറെ ഏതോ ഒരു കാട്ടുവഴി കൂടെ എങ്ങനെയാണ് പോകണം. ഇതിലമ്പഴി പോയ വെയിൽ കുറവാണ്, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത്. ഈ ഒരു തുള്ളി വെള്ളമില്ലെന്നെങ്കിൽ ഭയങ്കര കുറവല്ലേ വെള്ളം. ഇതാ പുഴയ്ക്കലോട്ട് പോണ പുഴയല്ലേ. ഞാൻ പഠിച്ചു ഗൈസ്. ഹെൽമെറ്റ് വെച്ചിട്ടേ തലയിൽ ചട്ടി കമത്തിയ പോലെ ഇല്ലേ. ഊരാൻ പറ്റത്തില്ല. കാട്ടുവഴിയാണെങ്കിലും ഹെൽമെറ്റ് ഊരാൻ ഇയാൾ സമ്മതിക്കില്ല. നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. 1:30 ഈ സമയം. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. മൂത്തമ്മാൻ്റെ മകളെ വീടാണ് ഗൈസ്. വീട് പണി നടക്കും. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. ഇവർ ഇവിടെ എവിടെയോ അപ്പുറത്ത് എവിടെയാണ് വാടക, എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. വാടക മാറി താമസിക്കുക. ഞങ്ങൾ നല്ല വിശപ്പായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ചെറിയതിൻ്റെ അവിടെ എത്തുന്നവരെ ഒരു ക്ഷമയില്ല, അത്രക്കും വിശക്കുന്നുണ്ട്. കൊള്ളാവാ. ഏതോ ഒരു കടയിൽ കയറിയതാട്ടാ. ബിരിയാണി കഴിക്കാനൊരു മൂഡ്. അപ്പോൾ കഴിക്കട്ടെ. ഇവിടെ നിന്നാണ് ഗൈസ് ഞങ്ങൾ ബിരിയാണി കഴിച്ചത്. ഒരു രക്ഷയില്ല, കിടിലം ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഇതെവിടെ എടുത്തനാട്ടുകര കോട്ടപ്പള്ള. ഞങ്ങൾ പോകുന്ന വഴിയുള്ളൊരു സംഭവമാണ്. ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോകും. പക്ഷെ വെള്ളമുള്ള സമയത്തായിരിക്കും അടിപൊളി. ഞങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെ വെള്ളം കാണത്തില്ല. എപ്പോൾ വന്നാലും എന്ന് പറയുന്നത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ റൂട്ട്. പക്ഷെ വെള്ളമില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് ഏതോ ഒരു മല കയറിയിട്ടൊക്കെയാണ് പോണത്. നല്ല വെയിലത്തല്ലേ ഇറങ്ങിയത്, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാട്ടുവഴിയൊക്കെ പിടിച്ചിട്ടാണ് പോയത്. എപ്പോഴും പോണ ആ മെയിൻ റൂട്ട് വഴിയല്ല പോയത്. പിന്നെ പോണ വഴി 1-2 കസിൻസിൻ്റെ വീട്ടിലും കയറി. വൈകുന്നേരം ചായക്ക് കഴിക്കാൻ കടി വാങ്ങി. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഞങ്ങൾ പിന്നെ പയ്യാണ് കേട്ടോ വന്നത്. വീട്ടിൽ നിന്ന് ഒരു 1:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പോൾ ഒരു 3 മണിയൊക്കെ ആയി. അപ്പോൾ വൈകുന്നേരം ചായക്കുള്ള കടിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അസുവാക്കാണെങ്കിൽ ഞങ്ങൾ കണ്ടപ്പോൾ അയ്യോ എന്തായിരുന്നൊരു നാണം. പിന്നെ ഓടി ഷിനാജിൻ്റെ അടുത്ത് വന്ന്. വൈകുന്നേരമാണ് കേട്ടോ ഇവിടെ സൽക്കാരം. കാരണം അവർക്ക് ഉച്ചക്ക് വേറൊരു സ്ഥലത്തുള്ളത് കൊണ്ട് ഇവിടെ വൈകുന്നേരത്തേക്ക് രാവിലെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ. പക്ഷെ ഇറങ്ങിയപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആയി. എൻ്റെ മുഖം നോക്കിയ ഗായ്സ്. ഇവിടെ വന്ന് ഞാൻ നല്ലൊരു ഉറക്കം കഴിഞ്ഞു. അപ്പം ഞങ്ങളൊന്ന് നിലമ്പൂർ സ്റ്റുഡിയോ വരെ പോകണല്ലേ സുവ. ഇവിടെയൊന്നും എനിക്ക് അത്ര പരിചയമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് നിലമ്പൂർ സ്റ്റുഡിയോ ഉണ്ടെന്നാണ്. പിന്നെയാണ് ഇല്ല എന്നുള്ളൊരു സത്യം ഞാൻ അറിഞ്ഞത്. ക്ലാരിറ്റി ഇല്ലാത്തത് ക്യാമറക്ക്. ലൈറ്റ് പോയിട്ടാണെന്ന് തോന്നല്ലേ. ഉണ്ടല്ലേ ഞാൻ പറയട്ടെ ചിനാജ്. ഇന്ന് ഡേറ്റ് 8-ാം തീയതിയാണ് ഗായ്സ്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് 14-ാം തീയതി. അപ്പം ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട്. ഞാൻ ഇതുവരെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, ആയിട്ട് പറയാലോ എന്ന് ഓർത്തിട്ട്.
അപ്പം അതിൻ്റെ ചെറിയ ചെറിയ ഷോപ്പിങ്ങുകൾ ഇങ്ങനെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. എവിടെ എന്താന്നൊക്കെ ഞാൻ പറയാം. അപ്പം എനിക്ക് ടീഷർട്ട് വേണം, അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ഇനി നമുക്ക് സമയമില്ല ഷോപ്പിങ്ങിനുള്ള. ഇന്ന് ശനിയാഴ്ച എന്തായാലും ലീവല്ലേ. അപ്പം എന്തായാലും ഇവിടെ സ്റ്റുഡിയോയിൽ പോയി എടുക്കാമെന്ന് ഓർത്ത് ഞങ്ങളുടെ കൂടെ അസുഖം വരാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഞാൻ ഉറങ്ങിയതുകൊണ്ട് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു. വെയിലത്ത് വന്നിട്ട് നല്ല ക്ഷീണമായിരുന്നു. ഞങ്ങൾ പോട്ടെ. ചെറിയതിൻ്റെ വീട് പണി ഇതുവരെ കൊച്ചുവാണ് നിൽക്കുന്നത്. എടാ വേറെ സ്കൂട്ടിയിൽ വാടാ. സ്റ്റുഡിയോ തപ്പി ഇറങ്ങിയ ഞങ്ങൾ എത്തിയ ട്രെൻഡ്സിലാണ് ഗൈസ്. ഇവിടെ നിലമ്പൂര് സ്റ്റുഡിയോ ഇല്ല. അവിടെ നിൽക്കി. എൻ്റെ കണ്ണിൽ എന്തോ വേണ്ടേ ഇങ്ങനെ ചുമ്മാ വെള്ളം വന്നോണ്ടിരിക്കുകയാണ്. എന്തോ ഒരു പ്രാണി വീണതാ. അപ്പം ഞാനിങ്ങനെ മാപ്പിലൊക്കെ അടിച്ച് നോക്കുന്നുണ്ട് സ്റ്റുഡിയോ, പക്ഷെ ലൊക്കേഷൻ കിട്ടുന്നില്ല. പിന്നെ വേറൊരാളോട് വിളിച്ച് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ സ്റ്റുഡിയോ ഇല്ലെന്നുള്ളത്. എന്തായാലും ഇവിടെ കയറി നോക്കട്ടെ. എൻ്റെ കണ്ണിൻ്റെ അവസ്ഥ ചുമ്മാ വെള്ളം വന്നോണ്ടിരിക്കുക. എന്തോ ഒരു പ്രാണി വണ്ടി വരുമ്പോൾ വീണതാ. എന്താണെന്നറിയത്തില്ല, ഭയങ്കര നീറ്റല്. ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. പക്ഷേ ഞാൻ ടീഷർട്ടാണ് കാര്യമായിട്ട് നോക്കുന്നത്. നോക്കട്ടെ എന്തായാലും. ടീഷർട്ട് നോക്കാൻ വന്നപ്പം ഇതിൻ്റെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. ടീഷർട്ടിൽ കളക്ഷൻസ് ഇല്ല. ബാ കാട ഫ്രൈ. ഇതൊന്നും ഇവിടെ ഉണ്ടാക്കിയതല്ല, നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ചെമ്മീൻ റോസ്റ്റ്. ഇനി ഇത് പൊട്ടിക്കട്ടെ. എന്തോ എനിക്കറിയത്തില്ല. ചെമ്പ് പൊട്ടിച്ചൊന്നും ശീലമില്ല. സുർബിയാനി അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ഇതാ സുർബിരിയാണിയാ? സുർബിയാനി, ബീഫ് സുർബിയാനി. ഓ കൊള്ളുന്നു. ചിക്കനാണോ? ആ എന്നാ ചിക്കൻ സുർബിയാനി. സുർബിയാനി ദം പൊട്ടിക്കുന്ന ആദ്യമായിട്ട് കാണാൻ. അപ്പൊ ഈ മുസമ്പി ഇട്ട കഴിക്കത്തില്ലേ? പിസ്താന്റെ എസൻസാന്ന് തോന്നുന്ന ഒഴിച്ചേക്കുന്നത്. അതൊക്കെ എന്തിനാ? മസാല ഒന്ന് കാണിച്ചേ. കൊള്ളാവാ. ചെറിയ മസാലയും ചോറും സെപ്പറേറ്റ് ചെയ്യാണ്. ഫുഡ് ഫുള്ള് പുറത്തുനിന്നാട്ടോ. ഇവിടെ എന്താ ഉണ്ടാക്കിയ? ബീഫല്ലേ. ഇവിടെ ബീഫാണ് ഉണ്ടാക്കിയത്. ബീഫ് വർത്താനം പറയും. അല്ല വർത്താനം പറയിപ്പിക്കും. കാക്കു വിളിക്കണം. ചെല്ലേ അതല്ല ജെന്തിനാദ്യം കല്ലെടുത്തെറിഞ്ഞേ? സത്യം പറഞ്ഞ ഇവർ രണ്ടുപേരും കൂടെ അടി വെക്കുന്ന കാണുമ്പോൾ എനിക്ക് ചിരിയാണ് കേട്ടോ വരുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതാണ്. വാസു വരൂ, ഇരിക്കൂ. ഹായ് നിതത്താത്ത. ഇതൊന്ന് ഫ്രെയിം ചെയ്ത് മാർക്കേ ചെറിയതേ. പനംകുറ്റി പോലെ നിൽക്കുവാണ്. നിതമാമി പോകും. നിതമാമി ഒരു മാസം കഴിഞ്ഞാൽ പോകും. പിന്നെ പാത്രം ഉണ്ടാവുള്ളൂ. അങ്ങനെ കാര്യമുണ്ട്. നിതാന്റെ കൂടെ പോയിക്കോ. പറ്റുമോ? അവള് റെഡിയാണ്. 2 ദിവസം കഴിഞ്ഞാല് ഞാൻ കണ്ടുതരും. ജ്യൂസ് ഓൾറെഡി മാംഗോ ജ്യൂസ് ചെറിയത് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ നിലമ്പൂർ പോയ ടൈമിൽ ചെറിയ ജ്യൂസൊക്കെ സെറ്റാക്കി വെച്ച്. അപ്പോൾ അതൊക്കെ ഞാൻ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുവാണ്. ഞാൻ പിന്നെ വന്നിട്ട് അങ്ങനെ ഡ്രസ്സൊന്നും മാറിയില്ല കേട്ടോ. കാരണം തിരിച്ച് നമുക്ക് പോകേണ്ടതുണ്ട്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുമിച്ചായിരിക്കും തിരിച്ച് പോകുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വേറെ ഡ്രസ്സൊന്നും പിന്നെ ഇടാഞ്ഞത്. അങ്ങനെ അവർ വന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ട് പിന്നെ അവർക്കുള്ള ഫുഡൊക്കെ വിളമ്പുവാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ കല്യാണത്തിനും ഇങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ. അടുപ്പിച്ച് ഞങ്ങൾക്ക് സൽക്കാരങ്ങളായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു മത്സരം
പോലെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഉച്ചക്ക് ഞങ്ങൾ ഭയങ്കര കുറവാണ് അറ്റൻഡ് ചെയ്തത്. കാരണം ഷിനാജിന് വർക്കിന് പോയിട്ട് ഉച്ചക്ക് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ രാത്രി കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് അങ്ങനെയായിരുന്നു നമ്മൾ എല്ലായിടത്തും സൽക്കാരങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ബിരിയാണി മന്തിയൊക്കെ കഴിച്ചിട്ട് വെറും ചോറിനൊക്കെ കൊതി വരുമായിരുന്നു. മിക്ക സ്ഥലത്ത് പോയിട്ട് ഞാൻ വെറും ചോറാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ എൻ്റെ പഴയ വീഡിയോസ് കണ്ടറിയാം കേട്ടോ. പഴയ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഈ കബോർഡിൻ്റെ അകത്ത് ഫോൺ ചാരി വെച്ചിരുന്നത് വീഡിയോ എടുക്കാൻ. ഫ്രൈസ്, ബീഫ് വരട്ടിയത്, ഇത് റൈസിൻ്റെ മസാലയാണ്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, പിന്നെ കാട പൊരിച്ചത്, വെള്ളയപ്പം, പത്തിരി. ഇനി അവരെ വിളിക്കട്ടെ. നിതായും ഈ പറഞ്ഞ പോലെ എന്നെയൊക്കെ പോലെ വെറുംചോറ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. വെറുംചോറ്, മുരിങ്ങ താളിപ്പ്, ഉണക്കമീൻ അതൊക്കെയാണ് ആളുടെ ഫേവറേറ്റ്. പിന്നെ ആൾ അവിടെ ആയിരുന്നത് കൊണ്ട് തന്നെ ഹോംലി ഫുഡ്സൊക്കെ ഭയങ്കര കുറവായിരുന്നു. അവിടെ ഹോസ്റ്റലല്ലേ നിൽക്കുന്നത്, അപ്പോൾ ഭയങ്കര കുറവ്. ആൾക്ക് ഈ ഉണക്കമീനും മുരിങ്ങ താളിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബിരിയാണിയൊക്കെക്കാൾ ഇഷ്ടം അങ്ങനത്തെ ഫുഡാണ്. അപ്പോൾ അവൾ പത്തിരിയും ചെമ്മീൻ റോസ്റ്റുമാണ് കഴിച്ചത്. ഞാനും കുറച്ച് റൈസ് എടുത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വെള്ളയപ്പവും ചെമ്മീൻ റോസ്റ്റും അങ്ങനെയൊക്കെയാണ് കഴിച്ചത്. ഈ വെള്ളയപ്പവും ചെമ്മീൻ റോസ്റ്റും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. ഇതാ എന്തോ ഒരു പത്തിരി എന്തോ കഴിച്ചോളൂ. പിന്നെ ആൾ വെറുംചോറാണ് കേട്ടോ കഴിച്ചത്, വെറുംചോറും ചെമ്മീൻ റോസ്റ്റും കൂടെ. അങ്ങനെ ഞങ്ങളൊക്കെ കഴിച്ച് ഇത് എഴുന്നേറ്റ്. തെറ്റല്ലേ പാടുന്നല്ലു, നല്ലോണം പഠിക്കാൻ സുഖാ പോച്ചിടുന്നു. ഇസ്ലാംകാരി 5 അങ്ങനെയാണ്. കൊള്ളാം. ഡോണ്ട് റിപ്പീറ്റ്, ഓക്കെ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ അസ്വാൻ്റെ ഗാനമേള പരിപാടികളായിരുന്നു. കുറച്ച് നേരം പാട്ട് പാടും, പിന്നെ കുറച്ച് നേരം ആൾ ഡാൻസ് കളിക്കും, പിന്നെയും പാട്ട് പാടും, പിന്നെയും ഡാൻസ് കളിക്കും. അതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ അസ്വായും ഇതായി നല്ല കമ്പനി കേട്ടാ. ഫുഡ് കഴിച്ച് കുറേ നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥ രാവിലെയും രാത്രിയും ഭയങ്കര തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൊച്ചുവിൻ്റെ ഹുഡീസൊക്കെ ഇട്ടിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഒരു ബൈ കാണിച്ചു. ബൈ ബൈ. ഞങ്ങൾ ഇവിടുന്ന് പോകുവാണ്. ഓക്കെ ബൈ. ഞാനാരാ ആരാ വേണ്ടേ? നിത മാമി വേണോ പത്ത് വേണോ? ആരാ വേണം? പത്ത് വേണ്ട. നോ പത്തു. ഓൺലി നിത മാമി. അവിടെ നോക്കിട്ട് പറ. പാട്ടാ ഞങ്ങള് പോവാ.